ഇന്നില്ലായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറയായിരുന്നു, പക്ഷെ കണ്ടില്ല. നീ ഒരു പിന്നെ പണിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. ഒന്നും ചോദിച്ചൊന്നുമില്ലല്ലോ അന്നത്തെ. ചോദിക്കാൻ കുറച്ച് ഇതായി പോയി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? തിരക്കിലായിരുന്നോ? തിരക്കിലായിരുന്നു. വർക്കിന്റെ പണിയുടെ തിരക്കിലായതുകൊണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അല്ല, ഞാനും ഓരോ കാര്യമായിട്ട് ഇങ്ങനെ തിരക്കായിപ്പോയി. അന്ന് പിന്നെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അത് കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് നീ പോയില്ലേ. ഞാൻ ഓർത്തത് പിന്നെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ തിരക്കായതുകൊണ്ട് ഇറങ്ങാൻ പറ്റാഞ്ഞത്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ വിളിക്കാനും പറ്റത്തില്ലല്ലോ. നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോന്നോ? പിന്നെ ഇഷ്ടപ്പെടാതെ? നീ ആദ്യമായിട്ടാണോ? ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ മാമിയൊന്ന് നോട്ടം വെച്ചതാ. കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ വരുമ്പോഴിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ മാമിയെ കാണുന്നില്ല, കാണാതെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കും, സൂക്ഷിച്ച് നോക്കും. അല്ല, ഞാൻ അന്ന് ഉപയോഗിച്ച തുണിയൊക്കെ, എന്റെ ഡ്രസ്സൊക്കെ, എന്റെ തുണിയൊക്കെ ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ മാമ വരാൻ മുന്നേ കഴുകിയിട്ടായിരുന്നു. നന്നായി. ബെഡ്ഷീറ്റും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറെ നാളത്തെ ആഗ്രഹമാണ് തീർത്തത്. ഇത്ര നാളും കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുമെന്നറിയോ. ഞാൻ ഇടയ്ക്കൊക്കെ വരുമ്പോഴും അതെങ്ങനെ ശ്രദ്ധിക്കും. മാമനുണ്ടെങ്കിലും മാമൻ അറിയാണ്ടേ അതെങ്ങനെ നോക്കും. അപ്പം അങ്ങനത്തെ അത്രയും ആഗ്രഹം മനസ്സിലിങ്ങനെ ചിട്ട് കിട്ടിയതല്ലേ. അതിന്റെ കാണാനും ഉണ്ടായിരുന്നല്ലോ. തൊടുത്തിട്ടുണ്ട്. അതെ. പിന്നെ ഒരു കാര്യം, കാടൊന്നും അത്ര വെടിപ്പാക്കാറില്ലല്ലേ? അത് പിന്നെ മാമനൊന്നും അങ്ങനെ പെരുമാറുന്നുണ്ട്. പുള്ളിക്കാരന് പിന്നെ അതൊന്നും. നല്ല കാടാ, പക്ഷെ കാടാണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പെരുമാറുമ്പോഴേ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് മുഴുവൻ കളയാണ്ട് കാട് അടുത്ത തവണ വരുമ്പോഴേ പിന്നെ കിട്ടുന്നേ ഇല്ലല്ലോ. ഇടക്ക് വരുമ്പോഴല്ലേ എനിക്കൊരു ആശ്വാസം. അതാ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത തവണ വരുമ്പോഴത്തേക്ക് കാട് ഒന്ന് പരുവപ്പെടുത്തണമെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ മൊത്തത്തിൽ അങ്ങ് ഇതാക്കണ്ട, പെരുമാറാൻ പറ്റുന്ന രീതിയിലെ കുറച്ച് ഭാഗം മാത്രം ഒന്ന് വെടിപ്പാക്കിയാൽ മതി. ബാക്കി അവിടെ നിന്നോട്ടെ. അത് നല്ല രസമാണ്. നന്നായിട്ടങ്ങ് പെരുമാറിയല്ലോ. അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാടായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം വരുമ്പോ അവിടെ പെരുമാറിയപ്പോ തന്നെ എനിക്ക് വന്നു. ജോളിയായിട്ട് വന്നില്ലേ? അപ്പൊ എനിക്ക് ചെറിയൊരു അസൗകര്യം അതുള്ളത് കൊണ്ട്, കാടായതുകൊണ്ട്. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അതൊന്ന് നല്ല പരുവത്തിലാക്കി വെക്കുക. അവിടെ മാത്രം മതി, ആ ഒരു ഭാഗം മാത്രം ഒന്ന് പരുവത്തിലാക്കി വെച്ചാൽ മതി. ബാക്കി അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അന്ന് നീ പൊയ്ക്കഴിഞ്ഞിട്ടും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചോ? പിന്നെ ഒഴിക്കാതെ നല്ലതായിട്ട് ഒഴിച്ചില്ലേ. ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് രാത്രി നമ്മൾ കിടക്കാൻ നേരം ഒളിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഒളിച്ചിറങ്ങിയില്ലേ. പിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് രാത്രി കിടന്നുറങ്ങിയ സമയത്ത് 2 വട്ടം ഒന്ന് കളഞ്ഞായിരുന്നു. ഓർക്കട്ടെ. ഓർക്കുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ നൈസായിട്ട് അതാ മാമനുണ്ടോന്ന് ചോദിച്ചാൽ വിളിച്ചത് തന്നെ. പുള്ളിയെ പിന്നെ കണ്ടൂല ഇങ്ങോട്ട്. അവിടെ പിന്നെ അമ്മച്ചി ഉള്ളോണ്ട് അങ്ങനെ പറ്റത്തില്ലല്ലോ. നോക്കിട്ട് ഞാൻ അമ്മച്ചി അടുത്ത ആഴ്ച ഏത് ദിവസമാണെന്ന് അറിയില്ല, പോകുന്നുണ്ട് ചേച്ചിയുടെ വീട്ടിലെ, അമ്മച്ചിയുടെ. അവരെ അവരവിടെ 2 ദിവസം നടത്തിക്ക. അപ്പൊ ആ സമയത്ത് നിനക്ക് വരാൻ പറ്റുമോ? ആ സമയത്ത് വരാനുള്ള, പിന്നെന്താ വരാതിരിക്കാൻ? പണിയുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് വരും.
അന്നത്തെ ദിവസം പിന്നെ അന്ന് നീ പോയില്ലേ, ഉം. എനിക്കാണെങ്കിൽ പിന്നെ മതിയായിട്ടില്ല. ഈ കാര്യം മറക്കരുതേ, മറ്റേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. അത് ചെയ്യാം. അല്ല അന്ന് നീ ചെയ്തിട്ട് പോയില്ലേ, അപ്പൊ അന്നത്തെ രാത്രി ഉം. മാമന്റെ അടുത്ത് ഇങ്ങനെ പൊക്കയാണെങ്കിൽ എന്തൊക്കെയല്ലോ ഇങ്ങനെ ചെയ്തിട്ട് ഉം. അങ്ങ് കിടന്നുറങ്ങി. പുള്ളിക്ക് വലിയ താല്പര്യം നീയാകുമ്പോ ശരിക്കും അങ്ങ് നന്നായിട്ട് മാമന് ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ലാത്ത കക്ഷിയാണ് തോന്നുന്നു. പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കാണുമ്പോ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. ഈ നമ്മള് പണി ചെയ്യുന്ന സമയത്തൊക്കെ ഓരോന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ നിന്റെ അത്ര വരത്തില്ല എന്തായാലും. നമ്മൾ ഈ പണി ചെയ്യുന്ന സമയത്ത് പുള്ളി ഓരോ സംസാരം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇങ്ങനത്തെയൊക്കെ, പക്ഷെ അല്ലാതെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. ഞാൻ പിന്നെ ചോദിച്ചു, അവിടെ നന്നായിട്ട് പെരുമാറണേ. പെരുമാറണം, പക്ഷെ അത് വൃത്തിയാക്കണം. അല്ല കൈവച്ചിട്ടല്ലാതെ മറ്റേ കൈവച്ചിട്ടല്ല, നല്ല വൃത്തിയാക്കി തന്നാ മതി. അതായത് അവിടെ മാത്രം ആ ഒരു ഭാഗം കുറച്ചുകൂടെ നല്ല സുഖം. ആ ഒരു ഭാഗം മാത്രമേ വൃത്തിയാക്കി തന്നാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതൊരു നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് പിന്നെ എത്രയോ തവണ രാവിലെയും വൈകിട്ടും എനിക്ക് പിന്നെ കോൾ ഇടാനും പറ്റത്തില്ല. മാമി ചെയ്യാറുണ്ടോ? മാമൻ തരാത്ത ദിവസൊക്കെ അങ്ങനെ അതിലൊരു സുഖമില്ലല്ലോ. ആരേലൊക്കെ ചെയ്തു തരുമ്പോഴല്ലേ സുഖം. നമുക്കിനിയിപ്പം അടുത്ത ഒരു തവണ ഇത് കിട്ടട്ടെ. എനിക്കിപ്പോഴും നനയുന്നുണ്ട്. അന്നത്തോടെ എന്തായാലും അന്നത്തോടെന്നല്ല, അതൊരു തുടക്കമായിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച ഞാൻ പോകുന്നത് എപ്പോഴാന്ന് അറിയില്ല, അപ്പൊ ഞാൻ പറയാം ഒന്നൂടെ. അല്ല ഇതിപ്പോ തുടക്കമല്ലേ, ഇനി അങ്ങോട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എന്നാലും നീ ഇത്ര പിന്നെ അന്നത്തെ പോലെ മതി, അടിപൊളിയാന്ന് കേട്ടോ നിന്റെ. ഞാൻ പറഞ്ഞേ അന്ന് ഇട്ടതുപോലെ മതി, മറ്റേത് കേട്ടോ, ഓർമ്മയുണ്ടല്ലോ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ആയത്. അങ്ങനെ മതി, കൂടുതലും അങ്ങനെ ആയിരിക്കും ഒരു പിന്നെ അകത്തൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് ശരിയാ, പേടിക്കണ്ടല്ലോ. എവിടേക്കാ ഒഴിക്കുന്നേ അവിടേക്ക് ഒഴിച്ചോ. എവിടെ വേണമെങ്കിലും ഒഴിച്ചോ. ഞാൻ ചെയ്യുന്നോളാം, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ നോക്കി ചെയ്യുന്നോളാം. ഞാൻ അന്ന് പറഞ്ഞ പോലെ അവിടെ ഒഴിക്കണേ. അതും ചെയ്യാം. അതാണ് ഇഷ്ടപ്പെട്ട. പിന്നെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് വെച്ച് ഇങ്ങനെ ചെയ്യത്തില്ല. മനസ്സിലായി. നല്ല സുഖം. മനസ്സിലായി. മാമനറിയോ ഞാൻ മാമിനെ വിളിക്കുന്ന കാര്യമൊക്കെ? വിളിക്കുന്ന കാര്യം അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. വിളിക്കുന്നതിനിപ്പോ എന്താ, അറിയാനൊന്നും പോകുന്നില്ല. ശരി. കാലത്ത് പോയി കഴിഞ്ഞാ പിന്നെ രാത്രിക്ക് വരത്തുള്ളൂ, 7 മണിയൊക്കെ. ചില സമയത്ത് ഞങ്ങൾ ഒരുമിച്ചല്ലേ. അതിനിടയിലുള്ള സമയമൊന്നും വരാറൊന്നുമില്ല. അപ്പൊ ധൈര്യമായിട്ട് പിന്നെ അമ്മച്ചിയുടെ ഇല്ലാത്ത അമ്മച്ചി കഴിക്കാൻ കൊടുത്തു, മാമി കൊടുത്തുവിടും ഇല്ലയോ? അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഉച്ചയ്ക്കും വരത്തില്ലല്ലോ. ഇല്ല. അല്ല ഞാൻ ചില സമയത്ത് ഞാനും മാമന്റെ കൂടെ അല്ലേ പണിക്ക് പോകുന്നേ, ഞാൻ ചോദിച്ചു. അപ്പൊ പിന്നെ എനിക്കൊന്ന് പകൽ സമയം തോന്നുന്നു കുറച്ചും കൂടെ നല്ലത്. എനിക്കൊരു രാത്രി വേണമായിരുന്നു. നമ്മൾ അന്ന് പകലല്ലായിരുന്നു. ഒരു രാത്രി കിട്ടുമായിരുന്നു. അതും നോക്കണം, അത് വരും, അവസരം വരും, നമുക്ക് നോക്കാം. അത് പകല് ചെയ്യുന്നതിനൊക്കെ അടിപൊളിയായിരിക്കുമല്ലേ? അതെ, അത് നമുക്ക് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കും. ഇത് തന്നെ ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന് കൊതിച്ചിരുന്ന സമയമാണ്, കൊതിച്ചിരുന്നതാ.